വെൽക്കം ടു മൈ കോമ്പറ്റീഷൻ പ്രപ്പ് സീരീസ്. അപ്പോൾ രാവിലത്തെ ഗേഡ്സ് നമുക്ക് കഴിക്കാം. നമ്മുടെ NPC നാഷണൽസ് മാറ്റി വെച്ചു. നാഷണൽസ് റീജിയൻസ് എല്ലാ ഷോസും. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് MFP ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ നടക്കുന്ന ഷോയാണ് 28-ാം തീയതി. അതൊരു അടിപൊളി ഷോയും കൂടിയാണ്, നല്ല ക്യാഷ് പ്രൈസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് വാമപ്പ് ഷോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒളിമ്പിക് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും. ഒരു വാമപ്പ് ഷോ പോലെ ഒരെണ്ണം ചെയ്യാനും പറ്റി. ഇന്ന് ലെഗ് ഡേ ആണ്. ലെഗ് ഡേക്ക് ഇന്ന് കുറച്ച് ഹെവി ആയിട്ട് ട്രെയിൻ ചെയ്യാം. ബാ, ഇന്ന് ലെഗാണ്. രാവിലെ ലെഗ്, വൈകിട്ട് ബൈസ്. ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ വാക്കം ബെൽറ്റൊക്കെ ചുറ്റി, ഇനി ഇതിന് മുകളിൽ ബെൽറ്റ് ഇടും. അപ്പോൾ വാക്കം ബെൽറ്റ് ഈ ലെഗിന് പ്രത്യേകിച്ച് ചുറ്റാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രഷർ വരും പുഷ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കിന് ഭയങ്കര സപ്പോർട്ടാണ്. ഇതിന് മുകളിൽ കൂടി ഞാൻ ബെൽറ്റും കൂടി ഇടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കോട്ട് ചെയ്യാം. ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെവിയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് സെറ്റ് സ്കോട്ട്. നമ്മൾ വെയിറ്റ് 80 കിലോ ഉണ്ട്. 10 reps. സെക്കൻഡ് വർക്കൗട്ട് ലെഗ് പ്രസ് ആണ്. ഇപ്പോൾ നമ്മൾ 15-ന്റെ 3 പ്ലേറ്റ്, അതായത് 45 90 കിലോ ഉണ്ട്. ഇനി 3 സെറ്റ് ചെയ്തിട്ട് 4ാമത്തെ സെറ്റ് ഡ്രോപ്പ് ആയിട്ട് ചെയ്യും. 3 സെറ്റും 15 റെപ്സ് വെച്ചിട്ട് ചെയ്യാം. ബാ, തേർഡ് വർക്കൗട്ട് ലെഗ് എക്സ്റ്റൻഷൻ. നമുക്കൊരു 40 വെയിറ്റിൽ 15 റെപ്സ് ചെയ്യാം. നാലാമത്തെ വർക്കൗട്ട് RDL 30 വെയിറ്റിൽ ചെയ്യാം. അപ്ഡേറ്റർ ആണ്, ഫെയിലിയർ ചെയ്യാം. ഇപ്പൊ PDS കുറേ പേര് എൻ്റെ അടുത്ത് പറയാൻ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അല്ല അത്, ഞാൻ ചെയ്യുന്ന സൈക്കിളല്ല നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ഒരു പ്രോപ്പർ കോച്ചിന് വേണ്ടി ബ്ലഡ് വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പ്രൊഫഷണൽ ആണെങ്കിൽ മാത്രം ചെയ്യുക. വെറുതെ ബോഡി സെറ്റാക്കാനായിട്ടൊന്നും ചെയ്യില്ല മക്കളെ. പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ സ്റ്റിറോയിഡിൻ്റെ കുറേ ചെയ്യുമ്പോൾ പ്രോട്ടോകോൾ ഉണ്ട്, അതൊക്കെ പാലിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ അത് PCT ചെയ്യണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നോർമൽ ലൈഫ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇത് ചെയ്യാതിരിക്കുക. വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാത്തത് കുറേ പേര് പറയുന്നുണ്ട്, ഞാൻ കുറേ ഫുഡ് കഴിക്കുന്നു, കുറേ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് എത്തിക്കുക. ഞാൻ ഇത്രയും തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യണത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഷോപ്പിൽ പോയി, രാവിലെ എനിക്ക് ഇവിടെ വന്ന് ക്ലയൻസിനെ എടുത്തൊരു 4 ക്ലയൻസിനെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് ഞാൻ ചെയ്യിപ്പിക്കുന്ന ഒരു 6 പിള്ളേരെ വർക്കൗട്ട് കൊടുത്തിട്ട് വീണ്ടും ഷോപ്പിൽ പോയി അവിടെ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മണി 6 മണിയാകുമ്പോൾ വന്നിട്ട് ഇവിടെ വീട്ടിൽ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ 11:30 ഞാൻ പോണത്. സോ ഈ തിരക്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് ചെയ്യാൻ പറ്റും. തിരക്കുള്ള ആൾക്കാർക്ക് വരെ ഈ വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ. അല്ലാതെ PDS സൈക്കിൾ ഇടുക അങ്ങനെ കുറേ പൊട്ടന്മാർ വന്ന് പറയുന്നുണ്ട്, സ്റ്റിറോയിഡ് കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ സെൻസിറ്റീവാണ്. നമ്മൾ എന്തെങ്കിലും സെൻസിറ്റീവ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട് പോകും. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് ലെഗുകളാണ്. 3 സെറ്റ്സ് ചെയ്യാം, 15 reps. ഇന്നത്തെ കണ്ടീഷൻ നോക്കാം. നമുക്ക് 8 ദിവസത്തെ കോമ്പറ്റീഷൻ ആവും. നോക്കാം.
ലെഗ് നോക്കാം leg.